നിശ്ചയമായും വെള്ളിയാഴ്ച ദിവസമുണ്ടല്ലോ, അത് ദിവസങ്ങളുടെ നേതാവാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിശ്ചയമായും നിങ്ങളുടെ ദിനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ള ദിനമേതാ? എന്റെ പ്രിയപ്പെട്ട ഒരാഴ്ചയിലെ ദിവസങ്ങൾ നിങ്ങൾ എണ്ണി നോക്ക്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന മിൻ ഫളലിൽ അയ്യാമികും യൗമൽ ജുമുഅ. എല്ലാ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ജുമുഅ ദിവസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച്, ഈ പ്രപഞ്ചത്തിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമുണ്ടല്ലോ, അത് വെള്ളിയാഴ്ച ദിവസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്. അന്നാണ് ആദ്യ പിതാവായ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം, ലോകത്തിലെ ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വെള്ളിയാഴ്ച ദിവസമാണ് അല്ലാഹു ആദം നബിയെ സൃഷ്ടിച്ചത്. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് കടത്തിവിട്ടതും വെള്ളിയാഴ്ച ദിവസമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആദം നബി അലൈഹിസ്സലാമിന് ആ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തിൽ നിന്ന് അല്ലാഹു പുറത്താക്കിയതും വെള്ളിയാഴ്ച ദിവസമാണ്. അതാ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്ന നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു أن النبي صلى الله عليه وسلم قال خير يوم طلع عليه الشمس يوم الجمعة فيه خلق آدم وفيه أدخل الجنة وفيه أخرج منها ولا تقوم الساعة إلا في يوم الجمعة. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായ മഹത്വമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ആ വെള്ളിയാഴ്ച ദിവസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചത്. ആ ആദം നബിയെ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ, അതാ ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അല്ലാഹുവേ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തിലേക്ക് ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു കടത്തിവിട്ടത് വെള്ളിയാഴ്ച ദിവസമാ. ആ സ്വർഗ്ഗത്തിന്റെ അകത്ത് നിന്ന് ആദം നബിയെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹവ്വാ റളിയല്ലാഹു തആല അൻഹാ, ഇവരെ രണ്ടുപേരെയും അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയല്ലോ. അതും ഒരു വെള്ളിയാഴ്ച ദിവസമാണ് അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ പ്രപഞ്ചം മുഴുവനും തകർന്ന് തരിപ്പണമാകുന്ന ഒരു ദിവസമുണ്ടല്ലോ, ലോകം അവസാനിക്കുന്നതും ഒരു വെള്ളിയാഴ്ച ദിവസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന മിൻ അഫ്ളലി അയ്യാമികും യൗമുൽ ജുമുഅ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞു തരികയാ, ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, വഫീ തഖൂമുസ്സാ, പടച്ചവനെ, അന്ത്യനാട് സംഭവിക്കുന്നതും വെള്ളിയാഴ്ച ദിവസമാണ്. ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ഈ പ്രപഞ്ചം മുഴുവനും തകർന്ന് തരിപ്പണമാകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെ പറയുകയാ, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യന് വെള്ളിയാഴ്ച
വെള്ളിയാഴ്ച രാവിലോ പകലിലോ അതാ വ്യാഴാഴ്ച മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചത് മുതൽ എന്റെ പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ച മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് വരെ ഏതെങ്കിലും ഒരു മനുഷ്യന് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവന് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പറയുന്നു, ആരെങ്കിലും വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവൻ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവനാണെന്ന് നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളിയാഴ്ച ദിവസം മരണപ്പെടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് വെള്ളിയാഴ്ച? വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഒരു മുസ്ലിം വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട നന്മകൾ എന്താ? 10 നന്മകൾ നമുക്ക് പഠിക്കാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇത് നാളെ ചെയ്യാനുള്ളത്, അതുകൂടെ ഓർത്തുകൊള്ളണം. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം തന്നെ പറയാൻ കാരണം, നാളത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. നാളത്തെ ദിവസം ചെയ്യാനുള്ള 10 നന്മകളാണ് പഠിക്കുന്നത്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പഠിച്ചൂടെ? അതിനും കാശൊന്നും വേണ്ടപ്പോ ഒരു നല്ല ഇൻഷാ അല്ലാഹ് പറ. പൈസ ചെലവില്ലാത്തൊരു കാര്യമല്ലേ? പൈസയോ സദക്കയോ ഒന്നും കൊടുക്കണ്ട. അൽഹംദുലില്ലാഹ്, വെള്ളിയാഴ്ച ദിവസം നല്ല ഒരു കാര്യം, ഈ പറയുന്ന 10 നന്മകൾ നാളെ നമ്മൾ ചെയ്യണം. ചെയ്താ നമുക്ക് അല്ലാഹു നല്ല പ്രതിഫലം തരും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ 10 നന്മകൾ ജീവിതത്തിൽ ചെയ്യുന്നവൻ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണെന്ന് അവസാനം പറയുന്നത്. എന്താണ് ഈ പറയുന്ന കാര്യങ്ങൾ? വെള്ളിയാഴ്ച ആദരിച്ചാൽ, വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വം മനസ്സിലാക്കിയാൽ ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം പഠിക്കാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, ഒന്നാമതായി ചെയ്യേണ്ട കാര്യമെന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, വെള്ളിയാഴ്ച ദിവസത്തിന് നീ പ്രത്യേകത കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. വെള്ളിയാഴ്ച ദിവസത്തിന് ഒരു പ്രത്യേക പരിഗണന നീ കൊടുക്കണം. അത് സാധാരണ ദിവസം പോലെയല്ല. വെള്ളിയാഴ്ച ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ചയാണ് നാളെ എന്ന് പറയുന്നൊരു ബോധം. വെള്ളിയാഴ്ച ദിവസത്തിനോട് വല്ലാത്ത ഒരു സ്നേഹമുണ്ടാകണം, വല്ലാത്ത ഒരു മഹബത്ത് ഉണ്ടാകണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വെള്ളിയാഴ്ച ദിവസത്തിന് നീ പ്രത്യേക ഒരു പരിഗണന കൊടുക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആ വെള്ളിയാഴ്ച ദിവസത്തിൽ നീ ചെയ്യേണ്ട ഒരുപാട് നന്മകളുണ്ട്. സാധാരണ ദിവസങ്ങളെ പോലെ മറ്റുള്ള ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വെള്ളിയാഴ്ച ദിവസത്തിന് വല്ലാത്ത പ്രത്യേകതയാ. ആ ദിവസത്തിൽ പ്രത്യേകമായി ചെയ്യേണ്ട ചില സൽക്കർമ്മമുണ്ട്, പ്രത്യേകമായിട്ടുള്ള ചില നിസ്കാരങ്ങളുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, 10 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? സാധാരണ ദിവസത്തെ പോലെ നീ വെള്ളിയാഴ്ചയെ കാണരുത്. ആ ദിവസത്തിന് പ്രത്യേകമായിട്ട് ഒരു പരിഗണന കൊടുക്കൂ. ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ടെന്ന് നീ മനസ്സുകൊണ്ട് മനസ്സിലാക്കൂ. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പള്ളിയിലെ ഖതീബ് പറയുമല്ലോ, അതാ വാളെടുത്ത് കൊടുക്കുന്ന സമയത്ത് മുഅദ്ദിൻ പടന്ന് പറയുകയാണ്, അൽ ജുമഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ. എന്താണ് പറയുന്നതിന്റെ അർത്ഥമെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ. സാധാരണ
ദിവസത്തെ പോലെയല്ല എന്റെ പ്രിയപ്പെട്ടവരെ. പാവപ്പെട്ടവന്റെ ഹജ്ജാണല്ലോ, പാവപ്പെട്ടവന്റെ ഹജ്ജിന്റെ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. പടച്ചറപ്പിന്റെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് പോയി കഥാ ഹജ്ജ് ചെയ്യാൻ പോകാൻ, ഉംറ ചെയ്യാൻ പോകാൻ കഴിയാത്തവരുണ്ടല്ലോ, പാവപ്പെട്ടവരുണ്ടല്ലോ, ഫക്കീറുകളുണ്ടല്ലോ, മിസ്കീനുകളുണ്ടല്ലോ. പടച്ചവനെ അവർക്ക് ഹജ്ജും ഉംറയും ചെയ്യാൻ പോകാൻ അങ്ങ് ലക്ഷങ്ങൾ കൊടുത്ത് മക്കയിലും മദീനയിലും പോകാൻ പൈസയില്ലാത്ത പാവപ്പെട്ടവരായ കൂലിപ്പണിക്കാരായ സാധുക്കളായ മുസ്ലിമേ, വെള്ളിയാഴ്ച ദിവസം നിനക്കുള്ളതാ, വെള്ളിയാഴ്ച ദിവസം നിനക്കുള്ളതാണ്. അതുകൊണ്ടാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മക്കത്ത് പോയിട്ട് സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുകൊണ്ട് അലങ്കരിച്ച കഅബാലയമുണ്ടല്ലോ, ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഭാഗത്ത് കാണുന്ന ഹജറുൽ അസ്വദിൽ ഒരു മനുഷ്യൻ പോയി ചുംബിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ചെയ്തു പോയ സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുകയാ. ആ ഹജറുൽ അസ്വദ് മുത്തികെട്ട് വരുന്ന മനുഷ്യനുണ്ടല്ലോ, പടച്ചവനെ ഉമ്മ പ്രസവിച്ചതുപോലെ അവന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. ആ കാണുന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുണ്ടല്ലോ, പടച്ചവനെ ഇന്ന് മക്കത്ത് പോയി കണ്ടവർക്കറിയാം, ആ ഹദീസ് പറയുന്നത് വെളുത്ത കല്ലായിരുന്നു, വല്ലാത്ത വെളുപ്പുള്ള കല്ലായിരുന്നു. പടച്ചവനെ ജനങ്ങൾ പോയി ആ കല്ലിലേക്ക് മുത്തുമ്പോൾ അവൻ ചെയ്ത പാപങ്ങൾ മുഴുവനും അവിടെ നിന്നിങ്ങനെ വലിച്ചെടുക്കുകയാണ്. അത് കരിക്കട്ടയെക്കാളും വല്ലാത്ത കറുത്തിരിക്കുകയാണ് ഹജറുൽ അസ്വദ്. പടച്ചവനെ അത് ചുംബിക്കുന്ന മനുഷ്യന്റെ പാപങ്ങൾ വലിച്ചെടുത്തത് കറുത്തുപോയി എന്ന് മഹാന്മാര് പറയുമ്പോ ആ ഹജറുൽ അസ്വദ് മുത്തികെട്ട് വരുന്നവന്റെ പാപം പൊറുക്കുകയോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ച് ദുആ ചെയ്തിട്ട് പാപം പൊറുപ്പിക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ പോയി ചെയ്യാൻ കഴിയാത്ത മനുഷ്യ എന്തിനാ പ്രയാസപ്പെടുന്നത്? ഹജ്ജിന് പോകുന്നവരെ കാണുമ്പോ, ഉംറയ്ക്ക് പോകുന്നവരെ കാണുമ്പോ, പടച്ചവനെ എനിക്ക് പോകാൻ കഴിയില്ലല്ലോ, എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ എന്ന് പ്രയാസപ്പെടുന്ന ഉപ്പാ, ആഴ്ചയിൽ പടച്ചവനെ പെരുമാതുറ ജുമാ മസ്ജിദിൽ വന്ന് ജുമാ ചെയ്യാൻ, അതാ ഹജ്ജ് ചെയ്യാൻ അവസരം കിട്ടിയവനല്ലേ, ഉംറ ചെയ്യാൻ നിനക്ക് അവസരമുണ്ടല്ലോ, പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയുമല്ലോ. ഈ പെരുമാതുറ പള്ളിയിൽ നാളെ ജുമഅന്റെ സമയത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു, നിങ്ങളെല്ലാവരും ഈ പള്ളിയിലേക്ക് കടന്നു വരുമല്ലോ. അവസാനം ജുമാ നമസ്കാരം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ പള്ളിയുടെ കവാടത്തിൽ നിൽക്കുന്ന മലക്കുകളുണ്ടല്ലോ, പള്ളിയുടെ മാതരിൽ നാളെ ജുമഅന്റെ സമയമാകുമ്പോ മലക്കുകൾ വന്ന് നിൽക്കുകയാ. അതാ പടച്ചവനെ 1:30 നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ പള്ളിയുടെ കവാടത്തിൽ നിൽക്കുന്ന മലക്ക് പറയുകയാ, അൽഹംദുലില്ലാഹ്, നീ സ്വർഗ്ഗത്തിന്റെ അവകാശിയാ, നീ സ്വർഗ്ഗത്തിന്റെ അവകാശിയാ, നിന്റെ പേര് സ്വർഗ്ഗത്തിന്റെ മുന്നിൽ മലക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്, നീ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണ്. ഈ പോകുന്ന വഴിയിൽ നീ മരിച്ചാ പടച്ചവനെ നീ സ്വർഗ്ഗത്തിലാണ്. പള്ളിയിൽ നിന്ന് നമസ്കരിച്ചിട്ട് ഇറങ്ങി പോകുന്ന നിങ്ങളുടെ ചിലരുടെ കൈപിടിച്ചിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ പറഞ്ഞു വിടുകയാ, നീ സ്വർഗ്ഗത്തിലാണെന്ന സന്തോഷ വാർത്ത നിനക്ക് പറഞ്ഞു തരികയാ. പക്ഷേ മറ്റു ചിലര് പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ മലക്ക് പറയുന്നു, എടാ നശിച്ചവനെ, എടാ നഷ്ടവാളി, സർവ്വതും നീ തകർത്ത് കളഞ്ഞല്ലോടാ, അല്ലാഹുവിന്റെ സ്വർഗ്ഗം നീ വലിച്ചെറിഞ്ഞല്ലോ, ആ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ അവസരം കിട്ടിയിട്ട് പാഴാക്കിയല്ലോ. നരകത്തിന്റെ മുന്നിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്, നരകത്തിന്റെ മുന്നിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹുവേ, നീ എങ്ങാണ് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ, നീ എങ്ങാണ് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയാ നീ നരകത്തിന്റെ അവകാശിയാണ്. നാളെ ഈ പള്ളിയിൽ നിന്ന് ജുമാ കഴിഞ്ഞ് ഇറങ്ങി പോകുന്നവരോട് മലക്കുകൾ പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ ജുമാ കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ മലക്കുകൾ പറഞ്ഞു കൊടുക്കും, ഖത്തീബ് ഉസ്താദിനോട് പറയും, നിങ്ങൾ കമ്മിറ്റിക്കാരോട് പറയും, നിങ്ങൾ ഓരോരുത്തരോടും പറയും, നീ സ്വർഗത്തിന്റെ അവകാശിയ, സന്തോഷ വാർത്ത അറിയിക്കും, കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്ത് നീ സ്വർഗത്തിന്റെ അവകാശി, പൊക്കോട ചങ്ങാതി ധൈര്യമായിട്ട് എന്ന് പറഞ്ഞങ്ങ് വിടും. മറ്റു ചിലരോടും പറയും, അല്ലാഹു അഅലം, ഇതിനകത്ത് വന്നിട്ട് പോലും നീ നേരെയായില്ലല്ലോടാ, നീ നരകത്തിന്റെ അവകാശിയ, നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ മലക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ, ഉറക്കപ്പറ അള്ളാഹു കാക്കുമാറാകട്ടെ. കാരണം ഇതൊക്കെ ഉള്ളതാണല്ലോ, ഉസ്താദന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, പള്ളിയുടെ വാതിലിൽ 2 മലക്കുകൾ വന്ന് നിൽക്കുമെന്ന്. വെള്ളിയാഴ്ച ദിവസം മലക്കുകൾ വന്ന്, ഞങ്ങളൊക്കെ ഈ ഹദീസ് പഠിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. പടച്ചവനെ, വെള്ളിയാഴ്ച പള്ളിയിൽ 2 മലക്കുകൾ വന്ന് നിൽക്കും. മനസ്സിലായില്ല. നമ്മളാരെങ്കിലും മലക്കുകളെ കാണാറുണ്ടോ? നമ്മളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? കൊറോണ വന്നപ്പോ 2 മലക്കുകളെ കണ്ടില്ലേ? പള്ളിയിലെ സെക്രട്ടറിയും പ്രസിഡന്റിനെയും. ഒരാള് സാനിറ്റൈസും, ഒരാള് പേപ്പറും. എന്താ പേരെന്താ? സിറാജ്. ഫോൺ നമ്പർ എന്താ? എഴുതിയെടുക്കേണ്ട ഒരു കാലം അല്ലേ? പള്ളി പരിപാലനം എന്താണെന്ന് അങ്ങാ പഠിച്ചത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടുത്തെ പ്രസിഡന്റ് ആരാ? നിങ്ങൾ പറഞ്ഞൊന്നുമല്ല കേട്ടാ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ആഫിയത്തുള്ള സെക്രട്ടറി ഉണ്ടല്ലോ. സെക്രട്ടറി പിന്നെ കാലൊന്നും വയ്യാൻ നടക്കാൻ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. അല്ലേ, ഇപ്പൊ പള്ളിയുടെ അധികാരം സെക്രട്ടറി പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പവറാ. ഖത്തീബിനെ ഇങ്ങ് വിളിക്കും. ഇപ്പൊ പറഞ്ഞു നേരെ ഇങ്ങ് വിളിയടാ, ഖത്തീബിനെ ഇങ്ങ് വിളിക്കാൻ. ആരാ? കമ്മിറ്റിക്കാര് വെറുതല്ല കേട്ടാ. ഖത്തീബിനെ വിളിക്കും. വിളിച്ചിട്ട്, ഉസ്താദെ അസറിനെ കണ്ടില്ലല്ലോ, എങ്ങോട്ട് പോയി? ഇതാ ചോദ്യങ്ങളൊക്കെ നാലിച്ചു നോക്കണം. ഇവിടെ അങ്ങനെ ഇലക്ഷൻ ഉണ്ടോ? അള്ളാഹു കാക്ക്, രക്ഷപ്പെട്ടു കേട്ടോ. അൽഹംദുലില്ലാഹ്, നിങ്ങൾ രക്ഷപ്പെട്ടു. നമ്മുടെ ചില സ്ഥലങ്ങളിലൊക്കെ ഇലക്ഷനാ, പള്ളികളിൽ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്ന പോലെയാ. പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി നാലിച്ചു. അള്ളാഹു, നിങ്ങൾ ചിന്തിക്കണം, ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് ഇലക്ഷൻ നടത്തുക. എന്തിന്? പള്ളിയുടെ പ്രസിഡന്റ് ആകാൻ. ശമ്പളം വല്ലതും ഉണ്ടോ പ്രസിഡന്റിന്? പറഞ്ഞങ്ങാതിമാരുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഇരിക്കണുണ്ടോ? ഇല്ല. അങ്ങനെ എന്തിനാ അപ്പൊ ഇങ്ങനെ മത്സരിക്കണേ? പഞ്ചായത്ത് ഇലക്ഷന്റെ ലാസ്റ്റ് ദിവസം വീടിന്റെ അടുക്കള വാതിലിൽ കൂടെ കയറിയിട്ട് ഇങ്ങനെ പൈസ കൊടുത്തിട്ട് വോട്ട് പിടിക്കണ പോലെ പിടിക്കണ പള്ളികളില്ലേ? നാലിച്ചു നോക്കിയ ഉമ്മത്ത് എവിടെ എത്തിയെന്ന്. ബൈത്തുൽ മാലിന്റെ പണം എടുത്തിട്ട് ഇലക്ഷൻ നടക്കുക. ഇവിടെ പള്ളിയുടെ സെക്രട്ടറി ആകുന്നവൻ മത്സരത്തിന് നിൽക്കുന്ന ഒരുത്തൻ 25,000 രൂപ പള്ളിക്ക് കെട്ടിവെക്കണമെന്ന് പറഞ്ഞ ആരാപ്പം മത്സരിക്കാണ്ടാകുക? അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ അടുത്തൊരു പള്ളിയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അടി നടന്നു. ഓടിച്ചിട്ട് തല്ല്, കൂട്ടത്തല്ല്. എവിടെ? പള്ളിക്കകത്ത്. അള്ളാഹുവിന്റെ ഭവനം. ഞാൻ ഓർമ്മപ്പെടുത്തുന്ന, അധികാരം ആരും ചോദിച്ചു വാങ്ങരുത്. പണ്ടുള്ള ആൾക്കാരുടെ ഒക്കെ പോയിട്ട് പറയും, ഉപ്പ നിങ്ങൾ പള്ളിയുടെ പ്രസിഡന്റ് ആകണം. എനിക്ക് വയ്യ, അള്ളാനെ ഓർത്തിട്ട് വേറെ ആരും ഇല്ലേ? അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പള്ളിയുടെ സെക്രട്ടറി ആകാനോ പ്രസിഡന്റ് ആകാനോ നാട്ടുകാർ മുഴുവനും പോയി പറഞ്ഞാൽ പോലും അവർ പറയും എനിക്ക് വേണ്ടാണ്. കാരണം അത്രയ്ക്കും പേടിയ, തീക്കട്ടയുടെ മുകളിൽ ഇരിക്കുന്നത് പോലെ. പണ്ടുള്ളവര് ജുമാ നിസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ചിലര് ചെരുപ്പിടാറില്ല, കയ്യിൽ പിടിച്ചോണ്ട് പോകും. മറ്റു ചിലരിങ്ങനെ പോകുമ്പോ ചെരുപ്പ് ഇങ്ങനെ കാലി ഇട്ടുകൊണ്ട് പോയിട്ട് ആ ഗേറ്റിന്റെ അവിടെ ചെന്നിട്ട് കാലി കിടക്കണ ചെരുപ്പ് ഇങ്ങനെ ഭിത്തിയിലിട്ട് തട്ടുന്നത് കാണാം. ഇതിനെന്നറിയോ? ആ ചെരുപ്പിന്റെ അടിയിൽ പള്ളിയിലെ മണ്ണ് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് പുറത്തിട്ട് അള്ളാഹിനോട് കണക്ക് പറയണമല്ലോ എന്ന് പേടിച്ചിട്ട്. പള്ളിയിലെ മണ്ണ് ചെരുപ്പിനടിയിൽ പറ്റി ആ ചെരുപ്പിന്റെ അടിയിൽ പറ്റ മണ്ണ് കൊണ്ട് വെളിയിലിട്ട് അള്ളാഹിനോട് കണക്ക് പറയണമെന്ന് പേടിച്ചിട്ട് കാലിൽ കിടക്കണ ചെരുപ്പ് മതിലി തട്ടിക്കിട്ട് പോകണ ഉപ്പമാരുണ്ടായിരുന്ന ഒരു കാലത്ത്. ഇന്നോ വഞ്ചിപ്പട്ടിക്കകത്തുനിന്ന് വാരുമ്പോ പോലും ആ പേടിയുണ്ടോ? ആ പേടി ആദ്യം മാത്രമേ പേടിയുള്ളൂ. ഇവിടെ ചിന്തിക്കേണ്ടത് പ്രസിഡന്റും സെക്രട്ടറിയും മനസ്സിലാക്കണം. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഖലീഫയായിരിക്കുക. പള്ളി കമ്മിറ്റിക്കാരൊക്കെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഉമർ തങ്ങൾ ഖലീഫയായിരിക്കുമ്പോ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് ഒരു കുടുംബക്കാരൻ കാണാൻ വന്നു. ഉമർ തങ്ങൾ ആ കത്തിച്ചു വെച്ചിരുന്ന വിളക്കം അണച്ചു കളഞ്ഞു. കമ്മിറ്റി ഓഫീസിനകത്ത് ഇരിക്കുമ്പോ കത്തിച്ചു വെച്ചിരുന്ന വിളക്കം അണച്ചു. അപ്പൊ ആ റൂമിനകത്ത് വല്ലാത്ത ഇരുട്ട് വന്നപ്പോ ഈ മനുഷ്യൻ ചോദിച്ചു, എന്തിനാ വിളക്കണച്ച്? ഉമർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇത് ബൈത്തുൽ മാലിന്റെ എണ്ണയായിരിക്കുന്നത്. നമ്മൾ കുടുംബക്കാര്യം പറയുന്ന സമയത്ത് ഇത് കത്തിച്ചു വെച്ചാൽ അള്ളാഹിനോട് കണക്ക് പറയണം. അതാണ് സൂക്ഷ്മത. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ ഒരു ദിവസം വാപ്പ നോക്കുമ്പോ മോൻ വീട്ടിലോട്ട് കയറി വരുന്നു. ഉപ്പ നോക്കിയപ്പോ തലയിൽ എണ്ണ തേച്ചിരിക്കണം. ഉമർ തങ്ങൾ ചോദിച്ചത് എവിടുന്നാണ്? ഈ വീട്ടിൽ എണ്ണയില്ലല്ലോ, നീ പിന്നെ എങ്ങനെയാ തലയിൽ എണ്ണ തേച്ചത്? ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ പറഞ്ഞു, വാപ്പ സൈത്തെണ്ണ കൊടുത്തുകൊണ്ടിരിക്കുക, മണ്ണെണ്ണ കൊടുക്കൂല്ലേ റേഷൻ കടയിൽ,
ജയ്ത്തെണ്ണ ഞാനിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരല്പ എണ്ണ ബാക്കി വന്നു, കയ്യിലൊക്കെ പറ്റിയതങ്ങ് തലയിൽ തേച്ചാണ്. എണ്ണ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഇത്തിരി കയ്യിലായില്ലേ, ആ എണ്ണ ഞാൻ എന്റെ തലയിൽ തേച്ചതാ. റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ബൈത്തുൽ മാലിന്റെ എണ്ണ നീ തേച്ചോ, പടച്ചോനെ ഈ ഇന്നത്തെ എണ്ണ കൊണ്ട് പാപം കൊടുക്കാൻ, ആ പാവം തീരട്ടെ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ പറയണോ? അള്ളാഹു കാക്കുമാറാകട്ടെ, ഉറക്കപ്പറല്ല കാക്കുമാറാകട്ടെ. ഈ പള്ളിയുടെ ബാത്റൂമിന്റെ മുന്നിലിട്ടിരിക്കണ ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കണ എന്തിനാ? പള്ളിയുടെ ബാത്റൂമിന്റെ മുന്നിലിട്ടിരിക്കണ ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കണ എന്തിനാ? അടിച്ചുകൊണ്ട് പോകാതിരിക്കുക. ആലോചിക്കുക നമ്മുടെ അവസ്ഥ. എടാ, പള്ളിയിലെ ചെരുപ്പ് കണ്ട അറിയാത്തില്ല, നിന്റെ അല്ലാതെ വേറെ ഒരുത്തന്റെ ചെരുപ്പ് കണ്ട അറിയില്ലേ? പ്രത്യേകിച്ച് നിസ്കരിക്കാൻ വരുന്നവന്റെ ചെരുപ്പല്ല, അത് ചുമ്മാ കഴിഞ്ഞിട്ട് പരുവത്തിന് കിട്ടുന്നിട്ടുണ്ട്, അത് പോട്ടെ. വേറെ ബാത്റൂമിന്റെ മുന്നിൽ കിടക്കണ ചെരുപ്പ് എന്തിനാപ്പ ഈ ബാത്റൂമിലെ കപ്പ് കെട്ടിയിട്ടിരിക്കണേ? ചില സ്ഥലത്ത് തൊടല്ല ഇട്ടിരിക്കണേ, ഇത് താഴെ വീഴാതിരിക്കാൻ അല്ല. അലേക്ക് ചിരിക്കണ്ട. ഇന്നിപ്പോ പള്ളി അതാണ്. നമ്മൾ പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ആരെങ്കിലും സഹാബത്ത് പള്ളിക്കകത്ത് കടന്നുറങ്ങാറുണ്ട്. പള്ളിക്കകത്ത് കടന്നുറങ്ങുമ്പോ ഈ സഹാബികള് സദഖ കൊടുക്കണം, അങ്ങനെ കൊണ്ടുവന്നിട്ട് തലകണ ഇങ്ങനെ അടി കയറ്റി വെച്ചിട്ട് പോകും. കൊടുത്തവനും അറിയത്തില്ല, വാങ്ങിച്ചവനും അറിയത്തില്ല ആരാ തന്നെയാണ്. പള്ളിക്കകത്ത് കടന്നുറങ്ങുന്ന മനുഷ്യന്റെ തലകണരടിയിൽ പൈസ കൊണ്ട് വെച്ചിട്ട് പോകും. രാവിലെ എഴുന്നേൽക്കുമ്പോ എല്ലാരും തലകണ പൊക്കി നോക്കും പൈസ ഉണ്ടോന്ന്. അത് അങ്ങനത്തെ കാലഘട്ടമായിരുന്നു. അവര് തലകണ പൊക്കി നോക്കും അടിയിൽ കാശുണ്ടോ എന്ന്. ഇന്നെങ്ങാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ പള്ളിക്കകത്ത് കടന്നുറങ്ങിയാൽ അവ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ പൊക്കി നോക്കും ഇവിടെ വെച്ചത് അവിടെ ഉണ്ടോ എന്ന്. അത് അടിച്ചോണ്ട് പോകുന്ന കാലമാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഈ ജമാഅത്തിന്റെ പരിപാലന സമിതി, ഈ നാട്ടുകാരെ മുഴുവനും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഇലക്ഷൻ നടത്തുന്ന ഒരവസ്ഥ വരെ നീ എത്തിക്കല്ലേ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, എന്താ പറഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ അധികാരം ചോദിച്ചു വാങ്ങല്ലെന്നാ പറഞ്ഞു. അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്തേക്കരുത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. ഉസ്താദിന്റെ അർത്ഥം ചോദിച്ചാൽ മതി. അള്ളാഹു രണ്ട് കാര്യമാ പറഞ്ഞേ. അധികാരം എന്റെ അടുക്കല, ഞാനത് അള്ളാഹു പറയുന്നത് ഞാൻ ചിലർക്ക് കൊടുക്കും. ആരെങ്കിലും അധികാരമെന്ന് പറയുന്നത് തേടി പോകാനുള്ളതല്ല, തേടി വരാനുള്ളതാണ്. അധികാരമെന്ന് പറയുന്നത് നമ്മളെ തേടി വരണം, തേടി പോകരുത്. തേടി വന്നു കഴിഞ്ഞാൽ അള്ളാഹു നിനക്ക് ഇസ്സത്ത് നൽകും, തേടി പോയി കഴിഞ്ഞാൽ നാണം കെടും. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ജുമുഅ ദിവസത്തിന് സാധാരണ ദിവസം പോലെ നീ തള്ളിക്കളയരുത്. ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് നീ മനസ്സിൽ പറഞ്ഞു പഠിക്കണേ, അത് നീ മനസ്സിൽ പറഞ്ഞു പഠിക്കണേ. പണ്ടുള്ള പ്രായമുള്ള ഉപ്പമാരങ്ങനാണ്, പടച്ചവനെ നാളെ വെള്ളിയാഴ്ചയാണ്, നാളെ വെള്ളിയാഴ്ചയാണ്. അവരെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പടച്ചവനെ ഭാര്യ ചോദിക്കുന്ന, മക്കളെ ചോദിക്കുന്നത് നാളെയല്ലേ, അത് നാളെയല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞതെന്നറിയുമോ? വെള്ളിയാഴ്ച ദിവസത്തിനോട് അവർക്ക് വല്ലാത്ത ഒരു മഹബത്തായിരുന്നു, വല്ലാത്ത ഒരു സ്നേഹമായിരുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന 10 നന്മകളിൽ ഒന്നാമത്തെ നന്മയെന്താ? വെള്ളിയാഴ്ച ദിവസം സാധാരണ ദിവസമല്ല പെങ്ങള്, അതിന് നീ ഒരു പ്രത്യേകത കൊടുക്കൂ, അതിനൊരു സ്ഥാനം കൊടുക്കൂ. ആ ദിവസങ്ങളിൽ വെച്ച്, സൂര്യൻ ഉദിക്കുന്ന ദിനങ്ങളിൽ വെച്ച് ഏറ്റവും മനോഹരമായ ദിവസം അത് വെള്ളിയാഴ്ചയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ രണ്ടാമത്തെ കാര്യം എന്താണ്? അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദക്കറ യൗമൽ ജുമുഅ. രണ്ടാമത്തെ കാര്യമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, വെള്ളിയാഴ്ച നീ അധികമായിട്ട് ദുആ ചെയ്യണേ. വെള്ളിയാഴ്ച സാധാരണ ദിവസം പോലെയല്ല, അന്നത്തെ ദിവസം നീ അമിതമായിട്ട് ദുആ ചെയ്യണം. നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കടങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും പടച്ചവനെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, വെള്ളിയാഴ്ച ദിവസം നീ സമയം പാഴാക്കരുത്, അധികമായിട്ട് നീ ദുആ ചെയ്യ്.
നിന്റെ കടം മാറുണ്ട്, നിന്റെ രോഗം മാറുണ്ട്, നിനക്ക് കച്ചവടത്തിൽ അഭിവൃദ്ധി വേണ്ട, നിനക്ക് സമാധാനമുള്ള ജീവിതം വേണ്ട. പഠിച്ചവനെ നിനക്കെന്താണ് വേണ്ടത്? നിനക്കെന്താണ് വേണ്ടത്? വെള്ളിയാഴ്ച ദിവസം നീ പ്രത്യേകമായിട്ട് ദുആ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫീഹി സഅത്തുൻ ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ അമിതമായി പ്രാർത്ഥിക്കാൻ പറയുന്നത്, ദുആ ചെയ്യാൻ പറയുന്നത്? സ്വഹാബാ, വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട് സ്വഹാബാ. പെങ്ങളെ, വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട് മോള്. ഒരു മുസ്ലിം അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും ആ സമയത്ത് അല്ലാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട്. ആ സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിലെ ദുഃഖമാകട്ടെ, ദുരിതമാകട്ടെ, പ്രയാസമാകട്ടെ, നിന്റെ എന്താവശ്യമാകട്ടെ, നീ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ എല്ലാരും പറയും, ഉസ്താദ് ഉസ്താദ് എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല, എന്റെ കടം മാറുന്നില്ല, എനിക്ക് ജോലി ശരിയാകുന്നില്ല, എനിക്ക് മക്കളെ കിട്ടുന്നില്ല, എന്റെ കച്ചവടത്തിൽ അഭിവൃദ്ധിയില്ല, എന്റെ പരസ്പരം സമാധാനമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, നിന്റെ ദുആയ്ക്ക് ഉത്തരം വേണോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് വഴികൾ പറഞ്ഞു തരുന്നല്ലോ. ചുമ്മാതെ വിളിച്ചു കൂവുന്നതിൽ കാര്യമില്ല, പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്നതിൽ കാര്യമില്ല, നിലവിളിക്കുന്നതിൽ കാര്യമില്ല, ഷോ കാണിക്കുന്നതിൽ കാര്യമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട് വാപ്പാ, ആ സമയത്ത് നീ ദുആ ചെയ്താ അല്ലാഹു നിന്റെ ദുആ സ്വീകരിക്കും. നീ ചോദിച്ചത് റബ്ബ് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്. ആരല്ലാഹുവിനോട്, ഈ ലോകത്തുള്ള ഏത് മുസ്ലിം അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ടോ അവൻ ചോദിച്ചത് അല്ലാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അതുകൊണ്ട് ദുആ ചെയ്യ്. നമുക്ക് ദുആ ചെയ്യാൻ മടിയ, ആരാപ്പ ദുആ ചെയ്യാ? ഇന്നത്തെ ദിവസം ദുആ ചെയ്ത് ആരുണ്ടപ്പ? ഒന്ന് കൈവക്കിക്ക്. ഇന്നത്തെ ദിവസം പള്ളിയിലെ ഖതീബിന്റെ പുറകിലിരുന്ന് വേണ്ട, ഞാനെന്തിനാ വെറുതെ നാണം കിടന്ന് ശശിയാവാൻ വയ്യ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം ദുആ ചെയ്തിട്ട് ഉസ്താദ് നിസ്കാരത്തിന് ശേഷം അങ്ങനല്ലാതെ ദുആ ചെയ്ത ആരെങ്കിലും ഉണ്ട്? ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ഒന്ന് ആലോചിക്ക്. എന്ത് നിങ്ങൾക്ക് അല്ലാഹുവിനോട് ഒന്നും ചോദിക്കാനില്ലേ? ഒന്നും ആവശ്യമില്ലേ? എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ അല്ലാഹു പറഞ്ഞ ദിവസമല്ലേ? എന്തിനാ മടിയെന്താ? എന്തപ്പന എന്തിനാ ഈ ദുആ ചെയ്യണം? എന്തിനാ ദുആ ചെയ്യാൻ പറയണേ? എടാ പൊന്നാര ചങ്ങാതി, നീ ദുആ ചെയ്താൽ നിന്റെ ശബ്ദം മലക്കുകൾക്ക് പരിചയം ഉണ്ടാകും. അതാ മനസ്സിലാക്കണ്ടേ. നീ എപ്പോഴും ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് അറിയാം ഈ ദുആ ചെയ്യുന്ന വ്യക്തി ആരാ. ഈ പെരുമാതറയിൽ നീ നിന്റെ വീടിനകത്തിരുന്ന് ദുആ ചെയ്താ നിന്റെ ശബ്ദം കേൾക്കുമ്പോ അല്ലാഹുവിനോട് മലക്കുകൾ പറയും, പടച്ചവനെ ആ പെരുമാതറയിൽ ആമിന ദുആ ചെയ്യുന്ന അല്ലാഹ് സ്വീകരിക്ക് റബ്ബേ, അല്ലാഹ് അബൂബക്കർ ദുആ ചെയ്യുന്ന അല്ലാഹ് സ്വീകരിക്ക് റബ്ബേ. പാവം അല്ലാഹ്, നമ്മുടെ ശബ്ദം പോലും മലക്കിന് പരിചയം. ദുആ ചെയ്യുന്ന മനുഷ്യന്റെ ശബ്ദം അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പോലും പരിചയം. അവർ അല്ലാഹുവിനോട് നിന്റെ ദുആ സ്വീകരിക്കാൻ പറയും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പള്ളിയിലെ ഖതീബ് ദുആ ചെയ്യുമ്പോ നേരെ കൈപിടിക്കാത്തവനായി നീ ദുആ ചെയ്യാൻ പോണേ. അല്ലാഹുവേ, പള്ളിയിലൊക്കെ വെള്ളിയാഴ്ച ദിവസം ഉസ്താദ് ഖുതുബ ഓതി നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ദുആ ചെയ്യുമ്പോ സലാത്ത് പറയണ അവിടെ ഗേറ്റിന്റെ പുറത്ത് നിന്നിട്ട് ഓട ഇറങ്ങി. പിന്നെ ചിലരിരിക്കും, അവരുടെ ദുആന്റെ കോലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദ്യ ഉണ്ണാനിരിക്കണ പോലെ ഇരിക്കണേ. അല്ലാഹു അല അങ്ങോട്ട് ഒരു ഇല അങ്ങോട്ടിട്ട് ചോറ് വിളമ്പി കൊടുത്താൽ തിന്നാൻ പറ്റുന്ന രീതിയിൽ കാലിങ്ങനെ വെച്ചിട്ടൊരു ഇരിപ്പുണ്ട്. മറ്റു ചിലരാണെങ്കിൽ പടച്ചവന് ഉസ്താദിനെന്നെ തോന്നുന്നു, ഞാൻ ആർക്കാ അല്ലാഹ് ദുആ ചെയ്യണേ? കൈ പിടിച്ചിരിക്കണ കാണണം, ഇങ്ങനെ ഇട്ടിരിക്കുക, തളർത്തിയിട്ടിരിക്കുക. എത്ര പേരാണ് അദബോടുകൂടി മര്യാദയോടുകൂടി അള്ളാഹുടെ മുന്നിലെ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ആമീൻ പറയാൻ? എത്ര പേരാ സഹോദരൻ? ഒക്കെ നിസ്സാരം.
എന്നിട്ട് പറയണം നടക്കുന്നില്ല ഉസ്താദെ, നടക്കണം, നീ നടക്കണുണ്ടല്ലോ എന്റെ ജീവിതത്തില്. ഇവിടെ ചോദിക്കേണ്ടത് പോലെ അവിടെ ഒരു മര്യാദയില്ലേ. പഞ്ചായത്തിലും വില്ലേജിലും പോയിട്ട് അടിമ നിൽക്കണ പോലെ നിൽക്കും. സാർ 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 സാർ, എത്ര സാറ് വിളിക്കുന്നു. എടാ, നിന്നെ പടച്ച അള്ളാഹുടെ മുന്നിൽ നീ അടിമയല്ലേ, എന്താ നീ താഴ്മ കാണിക്കാത്തെ? എടാ, ഈ കിടക്കണ നിന്നെ പോലെ കിടക്കണ ഈ മനുഷ്യന്മാരുടെ മുന്നിൽ പോയി സാറേ സാറേ എന്ന് വിളിച്ചങ്ങ് മുട്ടു വളച്ച് നട്ടല്ലും വളച്ചിട്ട് അങ്ങ് താഴെ വരെ എത്തിയില്ല. എന്തൊരു തവാലോ എന്നറിയോ? അള്ളാഹുടെ മുന്നിൽ ദുആ ചെയ്യുമ്പോ വിനയത്തോടുകൂടി ഒരു മര്യാദയോടുകൂടി എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? എടാ, നിലവിളിക്കണമെന്നൊന്നും പറയണില്ലല്ലോ. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫലസ്തജീബു ലി. ഖുർആൻ പറഞ്ഞതല്ലേ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. പെങ്ങന്മാരുടെ പരാതി, ഉസ്താദേ ഞാൻ എത്ര ദുആ ചെയ്തിട്ട് എന്റെ കടം മാറണില്ല. ആമിനെ, നീ ഏത് വെള്ളിയാഴ്ച ദുആ ചെയ്യണേ? എടാ, ദുആ ചെയ്താൽ സ്വീകരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം എപ്പോഴാ? നീ അടുക്കളയിൽ നിന്ന് ചോറ് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. ആ ദുആ ചെയ്താൽ സ്വീകരിക്കുന്ന സമയം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, പെങ്ങളെ, ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറണമെങ്കിൽ പണ്ടുള്ള ഉമ്മമാരെങ്ങനെയെന്നറിയുവോ? പടച്ചവനെ, 9 മണി കഴിഞ്ഞാൽ നേരത്തെ ഒരു 10 മണിയായാൽ അവരൊക്കെ കുളിച്ച് റെഡിയാകുമല്ലോ. എന്നിട്ട് റബ്ബേ, വെള്ളിയാഴ്ച ദിവസം തസ്ബീഹ് നിസ്കരിക്കുന്ന ഉമ്മമാരുണ്ടല്ലോ. പടച്ചവനെ, നേരത്തെ ആണുങ്ങൾ പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ പടച്ചവനെ തസ്ബീഹ് നിസ്കരിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ദുഹാ നിസ്കരിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. ഉമ്മ ദുഹാ നമസ്കരിച്ചാ കിട്ടുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവേ, ഉംറയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ. വർഷങ്ങളായി പോകാൻ പറ്റുന്നില്ലല്ലോ. നാളെ നിനക്ക് ഉംറ ചെയ്ത പ്രതിഫലം വേണോ? നാളെ നിനക്ക് ഉംറ ചെയ്ത പ്രതിഫലം വേണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 6 കാര്യങ്ങൾ ചെയ്താൽ ഉംറ ചെയ്ത പ്രതിഫലമുണ്ട്. 6 നന്മകൾ ചെയ്താൽ ഉംറ ചെയ്ത പ്രതിഫലമുണ്ട്. അതിലെ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ദുഹാ നിസ്കരിക്കും. പെങ്ങള്, നിനക്ക് ഉംറയുടെ പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. വെള്ളിയാഴ്ച ഉംറ ചെയ്യാൻ, എല്ലാ ദിവസത്തിലും ഉംറയുടെ പ്രതിഫലം നേടാൻ, ഉംറ ചെയ്ത പ്രതിഫലം കിട്ടാനുള്ള വഴി മുത്തി നബി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എന്തുകൊണ്ടാ പ്രതിഫലം നേടുന്നില്ല? അല്ലാഹുവേ, ജീവിതത്തിലെ പ്രയാസങ്ങളെ കുറിച്ച് പറയുന്നവര്, ഉസ്താദേ പ്രയാസമാണ്, സമാധാനമില്ല, എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ലോ. പെങ്ങളെ, നിനക്ക് 4 റക്അത്ത് തസ്ബീഹ് നിസ്കരിക്കാൻ കഴിയുമോ? അതാ പടച്ചവനെ, 1 റക്അത്തിൽ 75 പ്രാവശ്യം, 2 റക്അത്തിൽ 150 പ്രാവശ്യം, 4 റക്അത്തിൽ 300 പ്രാവശ്യം. അല്ലാഹുവേ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയുന്നത് 27-ാം രാവിന്റെ രാത്രിയിൽ മാത്രം നിസ്കരിക്കാറുള്ള നിസ്കാരമല്ല. എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റുന്നവരങ്ങനെ, ആഴ്ചയിൽ ഒരു നിസ്കരിക്കാൻ പറ്റുന്നവരങ്ങനെ, മാസത്തിൽ നിസ്കരിക്കാൻ പറ്റുന്നവരങ്ങനെ, വർഷത്തിൽ നിസ്കരിക്കാൻ പറ്റുന്നവരങ്ങനെ, അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കണമെന്നാണ് ഈ 300 ദിക്റുകൾ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് 2 കരങ്ങൾ ഉയർത്തിയിട്ട് നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ പറയാൻ പറ്റുമോ? നിന്റെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് പറയാൻ പറ്റുമോ? എങ്ങനെയാ പെങ്ങളെ പടച്ചവനെ തട്ടിക്കളയുന്നത്? എങ്ങനെയാ റബ്ബിന്റെ മുന്നിൽ 300 ദിക്റുകൾ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ 4 റക്അത്ത് നിസ്കരിച്ചിട്ട് നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് വെള്ളിയാഴ്ച ദിവസം കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് പറയുകയാ, കടമാണ് റബ്ബേ, കച്ചവടം നഷ്ടത്തിലാണ് റബ്ബേ, മരുന്നുകളില്ലാതെ രോഗം മാറ്റാ കഴിവുള്ള അല്ലാഹ്, എന്റെ പ്രയാസം മാറ്റണേ, എന്റെ രോഗം മാറ്റണേ, എനിക്ക് വീട് തരണേ, എനിക്ക്
മക്കളെ തരണേ, എനിക്ക് കച്ചവടം തരണേ, എനിക്കൊരു വഴി തുറന്നു തരണേ. അല്ലാഹുവിനോട് ദുആ ചെയ്താ അല്ലാഹു സ്വീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഹജറുൽ അസ്വദ് മുത്തിയിട്ട് പാപം പൊറുപ്പിക്കുന്ന ദിവസമല്ലേ, പെങ്ങളെ ഉമ്മ പ്രസവിച്ചതുപോലെ ശുദ്ധീകരിക്കുന്ന ദിവസമല്ലേ. നിനക്ക് നിന്റെ വീടിന്റെ അകത്ത് 11:30 അല്ലെങ്കിൽ ജുമുഅയ്ക്ക് മുമ്പ് ഒരു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞാൽ അല്ലാഹു പൊറുക്കുന്ന സമയമല്ലേ ഉമ്മ. അതുകൊണ്ട് പ്രവാചകൻ ഇവിടെന്ന് പറയുകയാ, നിങ്ങൾ ദുആ അധികരിപ്പിക്കണേ, നിങ്ങൾ ദുആ ചെയ്യണേ. കാരണം എന്തെന്നറിയുമോ, വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്. ആ സമയത്തിൽ എന്തൊരടിമ ചോദിച്ചാൽ അല്ലാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട്. അള്ളാഹുവിനോട് ഒരു മുസ്ലിമായ അടിമ എന്ത് ചോദിച്ചാലും അള്ളാഹു കൊടുക്കും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. റബ്ബിനോട് പറ, കടവാണോ, ദുരിതമാണോ, പ്രയാസമാണോ, എന്ത് പ്രശ്നമാണെങ്കിലും അള്ളാഹിനോട് പറ, നിനക്ക് പരിഹാരമുണ്ട്. പക്ഷെ നമ്മളിൽ പലരും ദുആ ചെയ്താൽ സ്വീകരിക്കണില്ല. അതിന്റെ കാരണങ്ങൾ നോക്കണം. നേരെയാണോ, കിബിലയുടെ നേരെയാണോ ഇരിക്കണേ, ഇഖ്ലാസ് ഉണ്ടോ, എന്തിനാ മണിക്കൂറുകളൊന്നും ദുആ ചെയ്യണ്ട, ഒരു വാക്ക് പറഞ്ഞാൽ മതി. പറയുന്നത് ഒരു വാക്കാണെങ്കിലും ഞാനൊരു ചരിത്രം പറയാം. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, കൊച്ചാപ്പാടെ പേരല്ല ഞാൻ പറഞ്ഞത്, കൊച്ചാപ്പാടെ പേരല്ല പറഞ്ഞത്, ഒരു നബിയുടെ പേരാ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ തന്റെ അനുയായികൾ കടന്നു വന്നു. ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ മഴയില്ല, വെള്ളമില്ല, വളരെ പ്രയാസത്തിലാണ്. വെള്ളമില്ലാത്തത് കാരണം മനുഷ്യനും നാൽക്കാലികൾ പോലും പ്രയാസപ്പെടുക, വെള്ളം കിട്ടണില്ല, ഒന്ന് ദുആ ചെയ്യും, മഴ പെയ്യാൻ എന്തെങ്കിലും ഒരു വഴി. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഒരു ദിവസം എല്ലാവരോടും കൂടാൻ പറഞ്ഞൊരു സ്ഥലത്ത് എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു ദിവസം പറഞ്ഞു, എല്ലാവരും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടാൻ. അങ്ങനെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടി. ചരിത്രം പറയുന്നു 70,000-ൽ പരം ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി. ആണുങ്ങള്, പടച്ചവനെ, പ്രായമുള്ളവരെല്ലാവരും ഉണ്ട്. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ വളരെ പ്രയാസത്തിലാ അല്ലാ, മഴ തരണേ അല്ലാ. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു. ദുആ ചെയ്ത് കഴിഞ്ഞപ്പോ ഒരടയാളവും കാണുന്നില്ല, മഴയുടെയോ മഴ പെയ്യാൻ പോകുന്നതിന്റെ ഒരു അസറും കാണുന്നില്ല. മൂസാ നബി പിന്നെയും ദുആ ചെയ്തു. അതാ വരുന്നു മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയെ മഴ പെയ്യൂല, നിങ്ങൾ എത്ര ദുആ ചെയ്താലും മഴ പെയ്യൂല. കാരണം അങ്ങയുടെ മുന്നിലിരിക്കുന്ന ജനങ്ങൾക്കിടയിൽ 40 കൊല്ലമായിട്ട് അല്ലാഹനെ മറന്നു നടക്കുന്ന ഒരു മനുഷ്യനിരിപ്പുണ്ട്. 40 വർഷക്കാലമായിട്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ അങ്ങയുടെ മുന്നിലിരിപ്പുണ്ട്. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാതെ അല്ലാഹു മഴ തരില്ല നബിയേ. അതുകൊണ്ട് അവനോട് എഴുന്നേറ്റ് പോകാൻ പറ നബിയേ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് പറഞ്ഞു കൊടുക്കുകയാ, പെരുമാതുറയിലെ ഉമ്മമാരെ, എങ്ങനെയാണ് റബ്ബിനോട് പറയേണ്ടതെന്ന് പഠിച്ചോ, എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് പഠിച്ചോ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ജനങ്ങള് അല്ലാഹുവിനെ മറന്നുകൊണ്ട് 1-2 വർഷമല്ല 40 കൊല്ലമായിട്ട് നടക്കുന്ന ഒരു മനുഷ്യമായ മനുഷ്യർ ഈ ജനങ്ങളുടെ നടുവിലിരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യൂല. ആരാണെങ്കിലും എഴുന്നേറ്റ് പോകണേ, ആരാണെങ്കിലും എഴുന്നേറ്റ് പോകണേ. മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറയുമ്പോ ജനങ്ങൾ പരസ്പരം നോക്കുന്നു, ആരാ അല്ലാഹ്, ആരാണ് റബ്ബേ. 40 കൊല്ലമായിട്ട് പടച്ചവനെ മറന്നു നടക്കുന്ന ഈ മനുഷ്യനാരാ? അല്ലാഹുവേ, ജനങ്ങൾ പരസ്പരം നോക്കുകയാണ്, ഒരാൾ പോലും എഴുന്നേക്കുന്നില്ല. അതാ മനുഷ്യനും ആ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവിനെ മറന്നു നടക്കുന്ന വൃത്തികെട്ടവനായ, മോശക്കാരനായ, ആക്രമിയായ മനുഷ്യനും ആ കൂട്ടത്തിലുണ്ട്. അവന് ചിന്തിക്കുന്നു, അല്ലാഹ് എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്, എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്. അല്ലാഹുവേ, ഞാൻ
ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ നാണം കെടുമല്ലോ അല്ലാ, ജനങ്ങൾ അറിയുമല്ലോ അല്ലാ. ഞാൻ എഴുന്നേറ്റ് പോകാതെ ഇരുന്നാൽ മഴ പെയ്യില്ലല്ലോ അല്ലാ. ആ മനുഷ്യനവിടെ ഇരുന്ന് കുറ്റബോധം തോന്നുകയാണ്. എന്തു ചെയ്തെന്നറിയുമോ ചെറുപ്പക്കാരാ? അതാ തന്റെ മുഖം തന്റെ മുട്ടുകാലിലേക്ക് താഴ്ത്തി വെക്കുകയാണ്. തന്റെ മുട്ടിലേക്ക് മുഖം അങ്ങ് താഴ്ത്തി വെച്ചു. എന്നിട്ട് ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ, ഈ 40 വയസ്സ് 40 കൊല്ലമായി റബ്ബിനെ മറന്ന് നടക്കുന്നവനുണ്ടല്ലോ, അവൻ അല്ലാഹുവിനോട് പറയുന്നു, നാഥാ സമ്മതിക്കുന്നു റബ്ബേ, ചെയ്തു പോയത് മുഴുവനും പാപമാണല്ലാ, നിന്നെ മറന്നു നടന്നവനാണല്ലാ. എങ്ങനെയാണ് നിന്നോട് തൗബ ചെയ്യേണ്ടത്, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്, അതുപോലും എനിക്കറിയില്ല അല്ലാ. അതുകൊണ്ട് നാഥാ, ഇന്ന് വരെ ചെയ്തത് മുഴുവനും തെറ്റാണ് റബ്ബേ, എനിക്ക് പുറത്തു തരണേ അല്ലാ, എനിക്ക് പുറത്തു തരണേ അല്ലാ. ഇനി ഒരിക്കലും ചെയ്യില്ല റബ്ബേ, ഇനി ഒരിക്കലും ഞാൻ നിന്നെ മറക്കില്ല റബ്ബേ. ആ മനുഷ്യൻ അല്ലാഹുവിനോട് ആരും കേൾക്കാതെ, തന്റെ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യൻ പോലും കേൾക്കാതെ ഭൂമിയിലേക്ക് തല താഴ്ത്തി വെച്ചിട്ട് അല്ലാഹുവിനോട് രഹസ്യം പറയുകയാ, പുറത്തു തരണേ അല്ലാ. എന്നിട്ട് പറയുന്നു, നാഥാ എന്റെ പാപം പൊറുത്താൽ, എന്റെ തൗബ സ്വീകരിച്ച മഴ തരണേ അല്ലാ, മഴ തരണേ അല്ലാ. ഈ മനുഷ്യൻ അല്ലാഹുവിനോട് തൗബ ചെയ്തിട്ട് ദുആ ചെയ്യുകയാ. ആകാശത്ത് കാർമേഘങ്ങൾ വരികയാണ്. പടച്ചവനെ, ജനങ്ങൾ ആഘോഷത്തോടെ ഓടുകയാണ്. മഴ വരുന്നത് കണ്ടപ്പോ ജനങ്ങൾ മുഴുവനും സന്തോഷത്തോടെ എഴുന്നേറ്റ് ഓടുകയാ. അല്ലാഹുവേ, ആ മനുഷ്യൻ നോക്കുമ്പോ മഴത്തുള്ളികൾ ഇങ്ങനെ താഴേക്ക് വീഴുകയാണ്. ആ മനുഷ്യൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ മൂസാ നബി ചിന്തിച്ചു, അല്ലാ, ഇവിടെ ആരും എഴുന്നേറ്റ് പോയില്ല, പിന്നെ എങ്ങനെയാണ് മഴ പെയ്തത്? അതാ പറയുന്നു മൂസാ നബിയേ, ആ മനുഷ്യനെ തൗബ ചെയ്തതിന്റെ സന്തോഷത്തിൽ അല്ലാഹ് മഴ കൊടുത്തതാണ് നബിയേ. ഇതാണ് ദുആ എന്ന് പറഞ്ഞാൽ, ഇതാണ് ദുആ എന്ന് പറഞ്ഞാൽ. മണിക്കൂറുകൾ ദുആ ചെയ്തില്ല, അടുത്തിരുന്നവര് പോലും കേട്ടില്ല, പറയേണ്ടതുപോലെ ഒരു വാക്കേ പറഞ്ഞുള്ളൂ. ഇന്ന് വരെ ചെയ്തത് സമ്മതിച്ചു റബ്ബേ, ഇനി ചെയ്യില്ല അല്ലാ, പുറത്തു തരണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സാധാരണ ദിവസത്തെ പോലെയല്ല വെള്ളിയാഴ്ച ദിവസം ദുആ ചെയ്തോ, ദുആ ചെയ്തോ. പഴയതൊക്കെ ഓർമ്മ വരട്ടെ. പണ്ടങ്ങനെയായിരുന്നല്ലോ, വെള്ളിയാഴ്ച രാവായി കഴിഞ്ഞ വ്യാഴാഴ്ച മഗ്രിബായ പടച്ചവനെ, വാപ്പയും ഉമ്മയും മക്കളും എല്ലാവരും കൂടെ പടച്ചവനെ ഒരുമിച്ചിരിക്കുകയാ. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഒരുമിച്ചിരുന്ന് യാസീൻ ഓതുമല്ലോ, നിർബന്ധമായിട്ട് ഓതിപ്പിക്കുമായിരുന്നു. പണ്ടങ്ങനെയായിരുന്നു നമ്മുടെ വീട്. വ്യാഴാഴ്ച മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ വാപ്പയും ഉമ്മയും മക്കളും ഒരുമിച്ചിരുന്നിട്ട് യാസീൻ ഓതുമായിരുന്നല്ലോ, സ്വലാത്തുകൾ പറയുമായിരുന്നല്ലോ. എന്നിട്ട് കുടുംബത്തിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. പണ്ടങ്ങനെ വാപ്പ വെള്ളിയാഴ്ച രാവ് മഗ്രിബ് നമസ്കാരം, മഗ്രിബ് കഴിഞ്ഞാൽ വ്യാഴാഴ്ച വീട്ടിൽ വന്ന ആമിനായും എല്ലാരെയും വിളിച്ചിരുത്തും. ഭാര്യയും ഭർത്താവും എല്ലാരും കൂടെ ഒരുമിച്ചിരുന്നൊരു യാസീൻ ഓതിയിട്ട് മരിച്ചവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.